നുണകൾ പൊളിയുമോ എന്നാണ് ചോദ്യം. മധു, നുണകൾ പൊളിയണം എന്നുള്ളതാണ്. അത് ആര് പറയുന്ന നുണയാണ് എങ്കിലും പൊളിയണം എന്നുള്ളതാണ്. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞ കാര്യം ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കൊരു 10 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന രാഷ്ട്രീയങ്ങൾ, അത് CPM രാഷ്ട്രീയമാണെങ്കിലും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെ ആണെങ്കിലും, നിങ്ങളുടെ അന്നത്തെ നേതാവിന് നുണേശൻ എന്നൊരു പേരുണ്ടായിരുന്നില്ലേ, നിങ്ങളുടെ അന്നത്തെ നേതാവിന് നുണറായി എന്നൊരു പേരുണ്ടായിരുന്നില്ലേ എന്ന് അന്നത്തെ ജനറേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കേണ്ടി വരുന്നത് പരിതാപകരമായ ദയനീയമായ ഒരു രാഷ്ട്രീയാവസ്ഥയായിരിക്കും. ശരിയാണ്, കേരള രാഷ്ട്രീയം അസംബന്ധ നാടകം എന്നൊക്കെ പുസ്തകത്തിന് തലക്കെട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും അങ്ങനെ ആകരുത് എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും എല്ലാ ജനറേഷനും രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവണതകൾ ഉണ്ടാകരുത് എന്ന് എനിക്ക് വളരെ അധികമായ ആഗ്രഹമുണ്ട്. നോക്കൂ, SDPയുമായി ബന്ധപ്പെട്ട വിവാദത്തിലേക്കാണ് ഞാൻ ആദ്യം പോകാൻ ആഗ്രഹിക്കുന്നത്. SDPയുമായി ബന്ധപ്പെട്ട് SDPയുടെ വോട്ടുമായി ബന്ധപ്പെട്ട്, മങ്കടയിലെ അടക്കം വോട്ടുമായി ബന്ധപ്പെട്ട് ഇന്നലെയും ഇന്നും മുഖ്യമന്ത്രി പിണറായി വിജയനോട് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. 2 ദിവസവും ക്ഷുഭിതനായ പിണറായി വിജയനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ശരിയാണ്, ആളുകൾ ക്ഷുഭിതരാകും ചിലപ്പോൾ. അതിപ്പോൾ പിണറായി വിജയൻ ക്ഷുഭിതനാകാറുണ്ട്, ഗോവിന്ദൻ മാഷ് ക്ഷുഭിതനാകാറുണ്ട്, VD സതീശൻ ക്ഷുഭിതനാകാറുണ്ട്, ഇതൊക്കെയുണ്ട്. ശരിയാണ്. പിറ്റേ ദിവസം, രണ്ടാമത്തെ ദിവസവും ആ ചോദ്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ വേണം അല്ലെങ്കിൽ വേണ്ട എന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് വിഷമമുണ്ടല്ലേ, നിങ്ങൾ വിഷമം വെച്ചുകൊണ്ട് നടന്നോളൂ, നിങ്ങൾക്ക് വിഷമമുള്ളതിൽ എനിക്ക് സങ്കടമുണ്ട് തുടങ്ങിയ കാര്യങ്ങളും വേണമെങ്കിൽ പറയാം. ക്ലാരിറ്റി ഇല്ലായ്മ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയുകയും ചെയ്യാം. അവർക്ക് വേണമെങ്കിൽ എന്നുള്ളതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയുകയും ചെയ്യാം. പക്ഷേ ഇന്ന് MA ബേബിയുടെ പ്രതികരണം കണ്ടപ്പോൾ ഞാൻ സത്യമായും നിങ്ങളിൽ ചിലരെ ആലോചിച്ചു കേട്ടോ. കാരണം ഇന്നലെ ഈ കുന്നത്ത് മുഹമ്മദിൻ്റെ കാര്യവും ജയാനന്ദയുടെ കാര്യവും ഒക്കെ ചോദിച്ചപ്പോൾ, SDPയുടെ വോട്ടുമായി ബന്ധപ്പെട്ട ചോദ്യത്തെ അഭിമുഖീകരിച്ചപ്പോൾ ഈ 2 സ്ഥാനാർത്ഥികളും വോട്ട് വേണ്ട എന്ന് പറയില്ല എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം എന്ന് പറഞ്ഞപ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞില്ലേ അതിനപ്പുറത്തൊരു അഭിപ്രായമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തോ ഒരു കാവ്യനീതി പോലെ ഇന്ന് പാർട്ടി സെക്രട്ടറി തന്നെ അതിനപ്പുറത്തുള്ളൊരു അഭിപ്രായം പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിനും അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയാത്തൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവുകയാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ ഇപ്പുറത്തും സമാനമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. KC വേണുഗോപാലിനും ഈ വോട്ട് വേണ്ട എന്ന് പറയാൻ കഴിയുന്നില്ല എന്നത് പ്രധാനമാണ്. അതുപോലെ തന്നെ ഈ VD സതീശൻ എന്ന് പറഞ്ഞൊരു കാര്യം, SDPയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞവരാണ് കോൺഗ്രസ് എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്. ശരിയാണ്, സംസ്ഥാന വ്യാപകമായ ഒരു ഫൈറ്റ് നടക്കുകയാണ്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് നടക്കുമ്പോൾ അങ്ങനെ പറഞ്ഞില്ല. അപ്പോൾ അവനവന് വേണ്ടിടത്തും അവനവന് വേണ്ടാത്തയിടത്തും വേണമെന്നും പറയാനും അറിയാം, വേണ്ട എന്ന് പറയാനും അറിയാം, ഒന്നും പറയാതെ ഇരിക്കാനും അറിയാം എന്നുള്ള നിലയിലേക്ക് നിലപാട് കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല. നിലപാടുകളുടെ രാജകുമാരനാണ് ഞാനെന്നും നിലപാട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയതേയുള്ളൂ എന്നുമുള്ള അവകാശവാദം തരാതരം ഉന്നയിക്കാതിരുന്നാൽ മതി. ഞാൻ വിചാരിക്കുന്നത് ഈ കാര്യത്തിൽ ഈ പറയുന്ന അഴകുടമ്പൻ നിലപാട് 2 ഭാഗത്തുമുണ്ട് എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നിടത്താണ് നമുക്ക് രാഷ്ട്രീയമായ ചേരിയുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടാകുന്നത്. ഇനി നോക്കൂ, വീടുമായി ബന്ധപ്പെട്ട്, അതായത് ഈ വയനാട്ടിലെ വീട്, അവിടെ നിർമ്മാണം പുരോഗമിക്കുകയല്ലേ എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നുണയാണോ എന്നുള്ളതല്ലേ ചോദ്യം. അത് അസത്യമാണ്, അല്ലെങ്കിൽ അത് വസ്തുതാപരമായ ഒരു കാര്യമല്ല. അവിടെ ഒരു അന്നിട്ടുപോയ കല്ലിനപ്പുറത്ത് നിലം നികത്തി എന്നതിനപ്പുറത്ത് ഒന്നും നടന്നിട്ടില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. കേരളത്തിലെ മാധ്യമപ്രവർത്തകർ അവിടെ പോയിട്ടുണ്ട്, ക്യാമറയുമായി പോയിട്ടുണ്ട്, ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്, അന്വേഷിച്ചിട്ടുണ്ട്, ഒന്നും നടന്നില്ല. ഇനി അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമല്ല എന്നാണ് നിലപാടെങ്കിൽ ആ ഉത്തരവാദിത്തം കാണിക്കേണ്ട ആളാണ് പ്രതിപക്ഷ നേതാവ്, വസ്തുതാപരമായ കാര്യങ്ങൾ പറയേണ്ട ആളാണ്. അപ്പോൾ അദ്ദേഹം അവിടെ പണി നടക്കാത്തയിടത്ത് പണി നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വസ്തുതാപരമായ കാര്യമല്ല. അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പറയേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിൽ നിക്ഷിപ്തമാകുന്നത് വയനാട് വീടുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ച് കോൺഗ്രസ് പരിഹാസം കേൾക്കുന്നു എന്നയിടത്താണ്, വീണ്ടും ആ പരിഹാസത്തിന് പാത്രമായി എന്നയിടത്താണ്. പിന്നെ ഈ അതുകൊണ്ട് മാത്രമല്ല, അസത്യമായ പണം അവരുടെ അക്കൗണ്ടിലാണ് കിടക്കുന്നത്. ശരി, അതുകൊണ്ട് ഈ കാര്യം ഇല്ലാതാവുന്നില്ലല്ലോ. ഈ കാര്യം ഇല്ലാതാവുന്നില്ലല്ലോ. അദ്ദേഹമാണ് മറുപടി പറയേണ്ടത് എന്നാണ് ഞാനും പറയുന്നത്. ഇനി ഈ അസത്യം പറയുന്നതുമായി ബന്ധപ്പെട്ട് നോക്കൂ, ഇപ്പം RSSുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വലിയ വാദമുണ്ടായിരുന്നു. അപ്പോൾ അതായത് രാഹുൽ ഗാന്ധിയും ഖർഗെയും ഇവിടെ വന്ന് സംസാരിച്ചു പോയതിനു ശേഷം മുഖ്യമന്ത്രി ഒരു മാസ്റ്റർ സ്ട്രൈക്ക് എന്ന നിലയ്ക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ RSS ബന്ധവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്. അതിൽ വസ്തുതാപരമായ പിശകുണ്ടായിരുന്നു. അത് 2006 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ടാണ് ആ വോട്ട് ചോദിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ എഴുതി വെച്ചു. വസ്തുതയാണോ? അല്ല, ഡിസംബറിലാണ്. യെസ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഡിസംബറിലാണ്. പക്ഷേ ഫെബ്രുവരിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഏപ്രിലാണ്. ഡിസംബറിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഡിസംബർ 31-ാം തീയതിയാണ്. എങ്ങനെയാണ് വോട്ട് ചോദിച്ചു പോയതാവുക? എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരു നിയമസഭയിലേക്ക് 2ാമത് തെരഞ്ഞെടുക്കുന്ന ഒരാളുടെ രാഷ്ട്രീയമായ ഒരു വിജയത്തെ RSSന്റെ പിന്തുണ എന്ന നിലയ്ക്ക് വില കുറച്ച് കാണിക്കാനുള്ള ബോധപൂർവമായതോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അബദ്ധം എന്ന നിലയ്ക്കോ അങ്ങനെ ഒരു പരാമർശമുണ്ടായി. നുണയെന്ന് വിളിച്ചാൽ പൊറുക്കുമോ? വസ്തുതാപരമല്ലാത്ത കാര്യമാണല്ലോ.
കള്ളം പറഞ്ഞാൽ കള്ളം എന്ന് തന്നെ പറയണ്ടേ, നുണ എന്ന് തന്നെ പറയണ്ടേ? അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നുണ എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കും? ഇപ്പോൾ പിണറായി വിജയൻ ഒന്ന് തെറ്റിപ്പോയതായിരിക്കാം, ഒരു ഒറ്റ മിനിറ്റ്, പിണറായി വിജയൻ ഒന്ന് തെറ്റിപ്പോയതായിരിക്കാം, പ്രായമായൊരു ആളല്ലേ, നേതാവല്ലേ, എല്ലാ കാര്യങ്ങളും ഇത്രയും മുമ്പത്തെ കാലം ഓർമ്മയുണ്ടാകുമോ എന്നൊരു പ്രിവിലേജ് കൊടുക്കാൻ തയ്യാറാകുമോ? ഇല്ല, പ്രശ്നം പറയും. അല്ല, എന്താ പ്രശ്നം എന്നറിയോ? ആ പറയുന്ന 100% അസത്യകാരിയല്ലല്ലോ. ഈ പറഞ്ഞ ഈ ഡേറ്റിന്റെ പിശകെന്ന് പറയാ. മറ്റതെന്താണ്? ഈ പറഞ്ഞ തിരി തെളിച്ചതും ഈ പറഞ്ഞ ഗോവാത്കരുടെ മുന്നിൽ പോയതും ഈ പരിപാടിയിൽ പങ്കെടുത്തതും എല്ലാം അവിടെ ഉള്ളതല്ലേ? എന്തായിരുന്നു എന്നാണ് ആരോപണം? ഞാൻ പറയുന്നത് ഇത് അത് വസ്തുതാപരമായ പിശകെന്ന് പറയാം. അല്ല, ആ കാര്യം വസ്തുതാപരമായ പിശകെന്ന് പറയാം. ഡേറ്റ് മാറിപ്പോയതും ഈ കാര്യങ്ങൾ നുണ പറയുന്നത് രണ്ടിനായിരുന്നു എന്നാണ് ആരോപണം. എന്തിനു വേണ്ടിയായിരുന്നു? RSSുമായി കോൺഗ്രസിന് ബന്ധമുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് പറയുന്നത്? RSSുമായി കോൺഗ്രസ് എങ്ങനെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് വരാനുള്ള കാരണം എന്താ? ഫേസ്ബുക്ക്, അത് ഞാൻ പറഞ്ഞു. എന്നാണ് ആരോപണം. എന്നാണ് ആരോപണം. ഞാൻ 15 തവണ ചോദിക്കാൻ തയ്യാറാണ്. എന്തിനായിരുന്നു എന്നാണ് ആരോപണം. എന്തിനായിരുന്നു എന്നാണ് ആരോപണം. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ RSSന്റെ പിന്തുണ വാങ്ങാനായിരുന്നു എന്നാണ് ആരോപണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ആദ്യവുമല്ല 7000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരാൾ അവിടെ പോയി നിന്നത് RSSന്റെ പിന്തുണ വാങ്ങാനായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്നുള്ളത് ഞാൻ കള്ളമെന്നോ നുണയെന്നോ പറയില്ല, വസ്തുതാപരമായ പിശകാണ് എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ഈ പറയുന്ന നോക്കൂ, ഈ ഡീലുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ, ചില കാര്യങ്ങളിൽ വസ്തുതാപരമായ പിശക് ഈ VD സതീശനും സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ വസ്തുതാപരമല്ലാതെ VD സതീശൻ പറഞ്ഞ കാര്യങ്ങൾ എണ്ണമിട്ട് പറയുന്ന LDF ഹാൻഡിലുകളുണ്ട്. അത് 1, 2, 3 ഇപ്പോൾ 4ാമത്തേതാണ് ഓടുന്നത്. നോക്കൂ, നമ്മൾ അതിനു മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ, ഈ നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ യാത്ര വരികയാണ്. യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടാകുന്നുണ്ട്. വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങൾ DYFIയുടെ അണികളുടെ ഭാഗത്ത് ചെടിച്ചട്ടി എടുത്ത് കരണമടിച്ച് പൊളിച്ചിട്ടുണ്ട്. തലയിൽ തുന്നിക്കെട്ടലുമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ആശുപത്രിയിൽ കിടന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി അതിനെ എന്താണ് വിശേഷിപ്പിച്ചത്? രക്ഷാപ്രവർത്തനം എന്നാണ്. രക്ഷാപ്രവർത്തനമാണോ നടത്തിയത്? സംസ്ഥാനത്ത് രക്ഷാപ്രവർത്തനം നടത്താൻ DYFIയെ പോലീസിനെ പുറത്തേക്ക് ഏൽപ്പിച്ചിട്ടുണ്ടോ? അപ്പോൾ അതെന്തായിരുന്നു? വസ്തുതാപരമായ പ്രയോഗമായിരുന്നോ? അല്ല, ഞാൻ കണ്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് വിശ്വസിക്കാം. കാണാത്തൊരു കാര്യം രക്ഷാപ്രവർത്തനമാണെന്ന് എങ്ങനെ പറയും? ഒന്നുകിൽ ഞാൻ കണ്ടു അത് രക്ഷാപ്രവർത്തനമായിരുന്നു എന്ന് പറയണം, അല്ലെങ്കിൽ ഞാൻ കണ്ടു അത് തെറ്റാണ് എന്ന് പറയണം. ഞാൻ കണ്ടില്ല അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറയുമ്പോൾ അത് രണ്ടും കൂടെ ഒരുമിച്ച് പോവോ? മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ കണ്ടില്ല, അതായത് എന്റെ വാഹനത്തിന്റെ മുന്നിലേക്ക് യാത്രയാണ്. ആലപ്പുഴയിലെ കേസിനെ കുറിച്ചിട്ടാണ്. കണ്ണൂർ കേസുള്ളവർ കണ്ടു തന്നെയാണ് പറയുന്നത്. ആലപ്പുഴയിലെ കേസ് ചെടിച്ചട്ടി ആക്രമണം രണ്ട് വസ്തുത തെറ്റല്ലേ? ചെടിച്ചട്ടി ആരോപണം കണ്ണൂരാണ്. ഞാൻ പൂർത്തീകരിച്ചതിന് ശേഷം ഞാൻ പറയാം. എനിക്ക് അല്ലല്ല, ഞാൻ എന്റെ കാര്യം പറഞ്ഞില്ല. ഞാൻ അങ്ങ് പൂർത്തീകരിച്ചതിന് ശേഷം ഞാൻ പറയാൻ ഉറച്ചിട്ട് എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. ഇനി വയനാട്ടിലെ വീടുമായി ബന്ധപ്പെട്ട് വയനാട്ടിലെ വീടിന്റെ കാര്യത്തിൽ കോൺഗ്രസ് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ജോയിന്റ് അക്കൗണ്ടിൽ കിടക്കുന്ന പണമാണ് എന്ന് പറയുന്നുണ്ട്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ ഈ പറയുന്ന ആളുകളെല്ലാം, പേരാവൂരിൽ മത്സരിക്കുന്ന സണ്ണി ജോസഫും VD സതീശനും എല്ലാം അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജോയിന്റ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുത്ത് ഒന്നുകിൽ അത് തെരഞ്ഞെടുപ്പ് കേസാവും, അല്ലെങ്കിൽ ഈ പണം ഞങ്ങളുടെ അക്കൗണ്ടിലില്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ അതിൽ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല എന്നത് പ്രധാനമാണ്. പക്ഷേ ഈ വീടുകൾ കൈമാറിയതുമായി ബന്ധപ്പെട്ട് നോക്കൂ, 178 വീടുകൾ കൈമാറി അല്ലേ ആദ്യമായി. ഇത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൊടുക്കുന്ന വീടല്ല. സ്വാഭാവികമായും ആ വീടുകൾ മുഴുവനും പൂർത്തീകരിച്ചതിന് ശേഷമേ അതിൻ്റെ ജലവിതരണവുമായി ബന്ധപ്പെട്ട പരിപാടികൾ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. കാരണം ഒരുമിച്ച് ജലവിതരണം സാധ്യമാകുന്ന തരത്തിലുള്ള ടാങ്ക് പൂർത്തീകരിക്കാനുണ്ട്, ഈ അവിടെ ട്രാൻസ്ഫോമർ അടക്കമുള്ള കാര്യങ്ങൾ വരേണ്ടതുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്കുള്ള റോഡ്, അടിസ്ഥാന സൗകര്യമാണല്ലോ, റോഡ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്, മതിൽ കെട്ടിത്തിരിക്കേണ്ടതുണ്ട്, ഇങ്ങനെ പലതുമുണ്ട്. അപ്പോൾ ഈ വീടുകൾ കൊടുക്കുന്നുണ്ട്. ലീഗിൻ്റെ വീടുകൾ കൈമാറി, ഒരുമിച്ചുള്ള വീടുകളായിരുന്നു അല്ലേ? ആ വീടുകൾ എങ്ങനെയാണ് കൈമാറിയത്? പൂർണ്ണമായും പണി പൂർത്തിയാക്കിയിട്ടല്ലേ? അപ്പോൾ അങ്ങനെയും ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ
കോൺഗ്രസിന്റെ വീടുകൾ അവർ പ്രഖ്യാപിച്ചതുപോലെ ഇതുവരെയും പൂർത്തീകരിച്ചില്ല. വി.ഡി. സതീശൻ വായുവിൽ എഴുതി കൂട്ടിയതുപോലെ 300 വീട് കൊടുത്തിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് മാർച്ച് 1 അതിന് മുമ്പ് ഒരു ദിവസം പ്രഖ്യാപിച്ചിരുന്നല്ലോ. ആദ്യം മാർച്ച് 1 എന്നല്ലല്ലോ പറഞ്ഞത്, അതിന് മുമ്പ് ഒരു ദിവസം പ്രഖ്യാപിച്ചിരുന്നില്ലേ? ആ ദിവസം വീട് കൊടുത്തില്ല. കാരണം എന്താ? അതുമായി ബന്ധപ്പെട്ട് ചില പണികൾ കൂടി ബാക്കിയുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഡേറ്റ് പ്രഖ്യാപിക്കുകയും 178 വീടുകളുടെ താക്കോൽ കൈമാറുകയും ചെയ്തു. ആ വീടുകൾ സെലക്ട് ചെയ്യാൻ അതിനു മുൻപൊരു നറുക്കെടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇതെല്ലാം നോക്കൂ, ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഓണറിൽ നിന്ന് ആ പരിപാടി വീക്ഷിച്ചതും ആ ചടങ്ങുകൾ കണ്ടതും. വളരെ വികാരപരമായ അന്തരീക്ഷത്തിൽ മനുഷ്യർ നിൽക്കുന്നതും ഒക്കെ കണ്ടത് ശരിയാണ്. പക്ഷേ അവിടെ അത് പൂർത്തീകരിച്ചതിന് ശേഷം ഇപ്പോഴും അവിടെ മനുഷ്യർക്ക് താമസയോഗ്യമായിട്ടില്ല എന്നതിൽ തർക്കമുണ്ടോ? മനുഷ്യരോട് താമസയോഗ്യമായിട്ടില്ല എന്നതിൽ തർക്കമുണ്ടോ? അവിടുത്തെ ഈ 178 വീട് കിട്ടിയ മനുഷ്യരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാധുവിന് ഞാൻ വെല്ലുവിളിക്കാം. മാധു, ആ 178 പേരിൽ ഒരാളെ കൊണ്ട് മാധു ഈ പറയുന്ന വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പരിപാടി ഇവിടെ നിർത്താം. ഒരാളെ കൊണ്ട് 178 ആളെ കൊണ്ട് പറയാം. 178 എന്ത് ഒരു പ്രസ്ഥാനം ഇത് ഞാൻ ലീഗിന്റെ കുറച്ച് കണ്ടോട്ടല്ല പറയുന്നത് കേട്ടോ. ലീഗിന്റെ 30 വീട് എന്ന് പറഞ്ഞാൽ എത്ര ഏക്കർ സ്ഥലത്താ? ഈ ഒരു 5-5.5 ഏക്കർ സ്ഥലത്ത് എന്താണ് പറയേണ്ടത്? എന്താണ് അവരെ കൊണ്ട് പറയിക്കേണ്ടത്? അത് ഞാൻ പറഞ്ഞുതരാം എന്താണ് പറയിക്കേണ്ടതെന്ന് അറിയോ? നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ 178 വീട് അവരുടെ കയ്യിൽ കിട്ടിയല്ലോ. ഞങ്ങൾ ഇത് ഈ സർക്കാർ ഇത് ചെയ്തത് എന്തോ വലിയ അപരാധമാണ് എന്നുള്ള നിലയ്ക്കാണ് ഈ പറഞ്ഞു വരുന്നത്. അങ്ങനെ തന്നെ പറഞ്ഞു അങ്ങനെയാണെന്ന്. ഒരു ദിവസം 2 ദിവസം പറഞ്ഞാൽ അവർക്കാണ് ബാധിക്കുന്നത്. ദുരന്തബാധിതമായ ആൾക്കാർക്ക് ബാധിക്കുന്നുണ്ടോ? സർക്കാർ അവിടെ ചെയ്തത് അപരാധമാണെന്ന് ഒരു വാക്ക് ഞാൻ പറഞ്ഞെന്ന് സാറിത ഇപ്പൊ ഞാൻ ഈ പണിയോടെ നിർത്താം കേട്ടോ. എന്താ പറയുക? സർക്കാർ വീട് കൊടുത്തത് അപരാധമാണെന്ന്. അല്ല, അപരാധമല്ല. ഈ പറഞ്ഞു വരുന്നത് ധ്വനിയാ പറയുന്നത്. മാധുവിന്റെ വാക്കുകൾ ആ പറയുന്നത് ധ്വനിയാണ് പറയുന്നത്. ആ ധ്വനി എന്താണ്? ഒരു ധ്വനി എന്താ? ഡയറക്റ്റ് പറയുന്നല്ലോ, ഇൻഡയറക്റ്റ് പറഞ്ഞാൽ ധ്വനിയൊക്കെ എല്ലാവർക്കും ഉണ്ട്. അല്ല, അപ്പൊ താമസയോഗ്യമല്ലാത്ത വീടുകളാണ് നിലവിൽ അവിടെ ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ് അവിടെ ആളുകൾ താമസിക്കാത്തത്. എങ്കിൽ അങ്ങനെയല്ല കൊടുക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ അഭിപ്രായമാണ് കേട്ടോ. എന്റെ അഭിപ്രായമാണ്. ഇനി SDPIയെ സംബന്ധിച്ച് അതൊരു തീവ്രവാദി പ്രസ്ഥാനമാണോ എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയാൽ കൊള്ളാം. നോക്കൂ, കോൺഗ്രസ് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. കോൺഗ്രസ് SDPIയുടെ വോട്ട് വാങ്ങിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് ആരോപണം ഇപ്പോഴുമുണ്ട്. ഇനി വി.ഡി. സതീശൻ പറഞ്ഞു SDPIയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ പ്രസ്ഥാനമാണ്. ഞാൻ നേരത്തെ പറയുകയും ചെയ്തു. ഇനി പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ തന്നെ എനിക്ക് പറയാനുള്ളത്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ 18,838 വോട്ടിന് ജയിച്ചു കളയും എന്നൊന്നും പറഞ്ഞല്ല പ്രചാരണം തുടങ്ങിയത്. കാരണം അതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ 3000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ SDPIയുടെ വോട്ട് നിർണായകമാകുമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് അതിനെ നിരാകരിക്കാതിരുന്നത്. പിന്നീട് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കും ആ നിലപാട് മാറ്റം ഉണ്ടാവുകയും ചെയ്തത്. എനിക്ക് പറയാം. Meet the editors.